എല്ലാവർക്കും നമസ്കാരം. വെനീഷ്യയിൽ ഒരു പ്രസൻറ്റേഷന് അവസരം ഒരുക്കി തന്ന ആലപ്പുഴ എസൻഷ്യ ചാപ്റ്ററിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ആദ്യമേ തന്നെ എസൻസിൻ്റെ വേദിയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി തുടരണോ അതോ ഇന്നുകൊണ്ട് തന്നെ നിർത്തണോ എന്ന് നിങ്ങൾ നിഷ്കരണം പറയുക. പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങാം. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ. ഒരു പഴയ ചൊല്ലാണ്, ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്ന് പറയുന്ന. മലയാളത്തിൽ 51 അക്ഷരങ്ങൾ പ്രചാരത്തിലുള്ള ഏതെങ്കിലും കാലത്തായിരിക്കണം ആ ചൊല്ലുണ്ടായിരിക്കേണ്ടത്. പഴയ വട്ടെഴുത്തും കോലെഴുത്തും പിന്നീട് ലിപി പരിഷ്കരണം വന്നതോടുകൂടി അക്ഷരങ്ങളുടെ എണ്ണത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ആ ചൊല്ല് ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ഈ പ്രസൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ പരിചയിച്ചിട്ടുള്ള എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ, അധ്യാപന ജീവിതത്തിൽ ഞാൻ പരിചയിച്ചിട്ടുള്ള വിജ്ഞാന പരിസരങ്ങളിലൂടെ കടന്നു പോയതിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ള ചില അശാസ്ത്രീയമായിട്ടുള്ള ചിന്താഗതികൾ, രീതികൾ ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം തുടങ്ങാം. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ. അമേരിക്കയിലെ എഡ്യൂക്കേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഗുണമേന്മ എന്ന് പറയുന്നത് ആ രാജ്യത്തെ പൗരന്മാരെയും, ഒരു രാജ്യത്തിലെ പൗരന്മാരുടെ ഗുണമേന്മ എന്നത് പ്രധാനമായും അവരുടെ വിദ്യാഭ്യാസത്തെയും, ആ രാജ്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ എന്നത് ആ രാജ്യത്തെ അധ്യാപകരെയും പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പ്രശസ്തമായിട്ടുള്ള കോട്ട്. അതിൻ്റെ അർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഗുണമേന്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ അധ്യാപകനെ തന്നെ നേരിട്ട് ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ആ വചനത്തിൻ്റെ ചുരുക്കം. ഇനിയും നമ്മളെല്ലാവരും കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു അധ്യാപകനെയാണ് നിങ്ങൾ കാണുന്നത്. മാതൃകാ അധ്യാപകൻ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് മാതൃകാ അധ്യാപകൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് അതിഭാവുകത്വം നിറഞ്ഞ ഒരു വാക്ക് തന്നെയാണ് മാതൃകാ അധ്യാപകൻ. ചില സത്യനന്ദിക്കാട് സിനിമയിലെ നായക കഥാപാത്രത്തെ പോലെ സർവ്വഗുണസമ്പന്നനായിട്ടുള്ള ഒരാളായിരിക്കണം അധ്യാപകൻ എന്നുള്ളൊരു ചിന്താഗതി ചില അധ്യാപകരുടെ ഇടയിലെങ്കിലും ഒരു മാനസിക സംഘർഷം സൃഷ്ടിക്കാറുണ്ട്. ചില അധ്യാപകരുടെ മാത്രമേ ഉള്ളൂ. മിക്ക അധ്യാപകർക്കും അതൊന്നും മാനസിക സംഘർഷം ഉണ്ടാകാറില്ല. അവരാകെ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് ട്രഷറി ബില്ല് കൊടുക്കുമ്പോഴാണ്. ഇത് ഈ പറഞ്ഞ പോലെ ആ ബില്ല് പാസ്സാകുമോ അതോ ഒബ്ജക്ഷൻ ആകുമോ എന്നുള്ള മാത്രമാണ് അവരുടെ ടെൻഷൻ. അപ്പോൾ അല്ലാത്തവരെ കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ മാതൃകാ അധ്യാപകനാവണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം, ഇനി ഞാനൊരു മാതൃകാ അധ്യാപകനാണോ അല്ലയോ എന്നൊക്കെ ചിലർക്ക് ആത്മസംഘർഷങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട്. അവരുടെ കാര്യം മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പ്രസൻറ്റേഷനിലുടനീളം ഞാനത് ചർച്ച ചെയ്യുന്നില്ല. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ശീലമോ ദുശീലമോ മറ്റൊരാളെയും ദോഷകരമായിട്ട് ബാധിക്കാത്തിടത്തോളം അവരെ വ്യക്തിവിമർശനത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പ്രസൻറ്റേഷൻ മുന്നോട്ട് പോകുന്നത്. 2 പദങ്ങളാണ് ടീച്ചർ ആൻഡ് ഗുരു. പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്ന ടീച്ചർ, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഗുരു. പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്ന ഫിലോസഫിയും നമ്മുടെ നാട്ടിലെ ദർശനവും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടോ ആ വ്യത്യാസവും ഉണ്ട് ഈ ഗുരു ടീച്ചർ വ്യത്യാസം. അല്ലേ? നമ്മുടെ നാട്ടിലെ മിക്ക ആത്മീയ പ്രാസംഗികരൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങും, ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം ഡോക്കിൻസാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പര. ഇല്ലേ? നമ്മളാണെങ്കിൽ അങ്ങനെ ചൊല്ലേണ്ടത്. ഇല്ലേ? ഗുരുവിന് വല്ലാത്ത ബഹുമാനവും ദിവ്യത്വവും കൽപ്പിക്കുന്ന ഒരു പൗരസ്ത്യ പൈതൃകം. ഇത് വല്ലാത്ത രീതിയിൽ അധ്യാപകരിലും സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനം പിടിച്ചു പറ്റാൻ വേണ്ടി നടക്കുന്നവരാണ് മിക്ക അധ്യാപകർ. ബഹുമാനിച്ചില്ലെങ്കിൽ എന്തോ കുറവ് ഉണ്ട് എന്ന് ആ അധ്യാപകർ തന്നെ തിരക്കി വെക്കുന്നു. അപ്പം അങ്ങനെ ഒരു രീതി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിൻ്റെ ആ ഗുരു എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ പിൻബലത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നീ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും പരിഗണിക്കുന്നില്ല. എല്ലാ തൊഴിലും പോലെ മറ്റൊരു തൊഴിൽ മാത്രമാണ് അധ്യാപനമെന്നും ആ പണി കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് അവനവൻ്റെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുക എന്ന് മാത്രമായിട്ട് ചുരുക്കേണ്ട, അല്ലെങ്കിൽ ആധുനിക രീതിയിലേക്ക് മാറേണ്ടതാണ്. ഇനിയും കുറേ അധ്യാപകരുടെ ചില സവിശേഷ ഗുണങ്ങളാണ് ആവശ്യപ്പെടുന്നത്. കുറേയധികം ഗുണങ്ങളുണ്ട് അതിൻ്റെ അകത്ത്.
ഇതിനകത്ത് പല ഗുണങ്ങളും അല്ലെങ്കിൽ ഗുണങ്ങളുടെ മിശ്രിതവുമായിട്ടായിരിക്കും നമ്മളെ പരിചയിച്ചിട്ടുള്ള, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരുടെയൊക്കെ ഗുണങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. അതിൻ്റെ ഒരെണ്ണമാണ് റാഷണൽ തിങ്കിങ്. യുക്തിചിന്ത ഒരു അധ്യാപകന് വേണ്ട ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകം. നമ്മളെ പഠിച്ച എത്ര അധ്യാപകർക്ക് അതുണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ യുക്തിചിന്ത ഏതെങ്കിലും അധ്യാപകർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര അധ്യാപകർക്കുണ്ടായിരുന്നു. ഇനിയും സമയമില്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോവുകയാണ്. ഒരു അധ്യാപക വിമർശനം തന്നെ ആയതുകൊണ്ട് കാര്യമായിട്ട് ആ രീതിക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു. പാഠം 1, ഒരു കലാപം. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു വിദ്യാലയം ആരംഭിക്കുന്ന ആരംഭിക്കുന്നതാണ് അല്ലേ. രാവിലെ 9 മണിയാകുമ്പോൾ തുടങ്ങും. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, അല്ലെങ്കിൽ സത്യം സനാതനം എന്ന് പറഞ്ഞ് തുടങ്ങും, അല്ലെങ്കിൽ ദൈവമേ കാറ്റുകൊള്ളുക ഇല്ലേ. അങ്ങനെ പലതരത്തിലുള്ള പ്രാർത്ഥനകളാണ് എല്ലാ സ്കൂളുകളിലും. ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ എയ്ഡഡോ ആയിട്ടുള്ള എല്ലാ സ്കൂളുകളിലും ഈ പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് വിശ്വാസികൾക്കായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊന്നും വലിയ കുഴപ്പമില്ല. അതേസമയം യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാനസിക സംഘർഷം നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. വിദ്യാർത്ഥിയാണ്, എതിരെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അധ്യാപകൻ്റെ കണ്ണുരുട്ടലിനെ ഭയപ്പെടുന്നവരാണ് വിദ്യാർത്ഥികൾ. അതുകൊണ്ട് അവർക്ക് എഴുന്നേറ്റ് നിന്നേ മതിയാവും. അല്ലാത്തവർക്ക് കുഴപ്പമില്ല, വിശ്വാസികൾക്ക് കുഴപ്പമൊന്നുമില്ല. പ്രൈമറി തലത്തിൽ കുഴപ്പമില്ല. സെക്കൻഡറി തലത്തിലേക്ക് വരുമ്പോഴാണ്, ഹയർ സെക്കൻഡറി തലത്തിലേക്ക് വരുമ്പോൾ, കോളേജ് തലത്തിലേക്ക് വരുമ്പോൾ ഇത് ഒരു ആത്മസംഘർഷം നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, അത് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവർക്ക്. അല്ലാത്തവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും പ്രാർത്ഥന ഏതെങ്കിലും മതവിശ്വാസികളോട് അനുകൂലമായിട്ടുള്ളവയായിരിക്കും. മിക്കവാറും ഗവൺമെൻറ് സ്കൂളുകളിലെ എല്ലാ പ്രാർത്ഥനകളും ഒരുതരം ഹൈന്ദവ കീർത്തനങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ടവരായിരിക്കും. അതൊന്നും മറ്റ് മതസ്ഥർക്ക് അതിനോട് യോജിച്ചു പോകാൻ പറ്റാത്തവരായിരിക്കും. ചെറുപ്പത്തിലൊന്നും അറിയില്ല. അതേസമയം പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി തലത്തിലേക്ക് പോകുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് പരമത വിദ്വേഷം സ്വാഭാവികമായിട്ടും ഉണ്ടാക്കാൻ ഈ ഒരൊറ്റ പ്രാർത്ഥന മാത്രം മതി. ഇത് കാസർഗോഡ് മഞ്ചേശ്വരം MLA ആയിരുന്ന അന്തരിച്ച അദ്ദേഹത്തിൻ്റെ അനുസ്മരണ യോഗവും പ്രാർത്ഥനാ യോഗവുമാണ് സ്കൂളിലാണ് സംഘടിപ്പിക്കുന്നത് അല്ലേ. പ്രാർത്ഥനാ യോഗം സ്കൂളിൽ സംഘടിപ്പിക്കുക. അനുസ്മരണമൊക്കെ നടത്താറുണ്ട് അല്ലേ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഗുണഗണങ്ങൾ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനാ യോഗം കുട്ടികളെ വെയിലത്ത് നിർത്തിയാണ്. അതിൻ്റെ ചിത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. വെയിലത്ത് നിർത്തി ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ് വിദ്യാലയത്തിൽ. ഇത് കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ നിർബന്ധിതമായിട്ട് വിദ്യാർത്ഥികൾ കൈകൂപ്പിയുള്ള പ്രാർത്ഥനയെ സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടുള്ള വാർത്തയാണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ പണം പിൻപറ്റുന്ന 22(1) കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പണം പൂർണ്ണമായിട്ട് പിൻപറ്റുന്ന ഒരു വിദ്യാലയങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള മതാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. പക്ഷേ എയ്ഡഡ് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. അവർക്ക് ഹോളി എന്നുള്ള വാക്കാണ്, പൂർണ്ണമായിട്ടും അല്ല എന്നുള്ള ആ ഒരൊറ്റ ഒരു കാര്യത്തെ പിൻപറ്റിക്കൊണ്ട് അവർ പലപ്പോഴും ഈ പറഞ്ഞ പോലെ തങ്ങളുടെ വിശ്വാസങ്ങളെ വിദ്യാർത്ഥികളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാഠം 2, സാൾട്ട് മാംഗോ ട്രീ. ഇത് എല്ലാവർക്കും കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ട എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു ഭാഗമാണ്. ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലവും ചിലർക്കെങ്കിലും പരിചയമായിരിക്കും എന്നറിയാം. കേരളത്തിലെ മൊത്തം സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12,800 മുകളിലാണ്. ഇതിൽ സർക്കാർ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് 4,600 എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്നത് 7,300 ഏകദേശം 36% സർക്കാർ സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ബാക്കി 55% എയ്ഡഡ് മേഖലയിലും ബാക്കി 9% അൺഎയ്ഡഡ് മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നത്. മൊത്തം അധ്യാപകരുടെ കണക്കെന്ന് പറയുന്നത് ഏകദേശം 1,65,000 വരും. ഇതിൽ 59% എയ്ഡഡ് മേഖലയിലും 31% സർക്കാർ മേഖലയിലുമാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നോ എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാതൊരുവിധ ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് മറ്റ് പ്രത്യേക കോമ്പറ്റീറ്റീവ് കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ അധ്യാപകനായിട്ട് നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. ഇട്ടുമൂടാനുള്ള പണവും
സാമുദായിക നേതാവിൻ്റെ ഇഷ്ടവുമുണ്ടെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷനോടുകൂടി ഏത് സ്കൂളിലോ കോളേജിലോ അധ്യാപകനായിട്ട് നിൽക്കാമെന്നുള്ളൊരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. അതുമൂലം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ PSC പരീക്ഷ എഴുതിയിട്ട് അധ്യാപകനോ അധ്യാപികയായിട്ട് മാറുമ്പോൾ അയാളുടെ പരീക്ഷാ ചോദ്യങ്ങളിൽ 30% ഭരണഘടന, ആനുകാലിക സംഭവങ്ങൾ, നവോത്ഥാനം, അങ്ങനെ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളിലൂടെ പരിചയിച്ചിട്ടാണ് ഒരാൾ വരുന്നത്. ഈ പരിചയം ഒന്നുമില്ലാതെ തന്നെ ഒരാൾക്ക് എയ്ഡഡ് മേഖലയിൽ അധ്യാപകനോ അധ്യാപികയായിട്ട് നിലനിൽക്കാൻ കഴിയും അല്ലേ? അവരിൽ നിന്ന് വരുന്ന അങ്ങനെ ഒരു അധ്യാപകനെയാണ് ഈ സൂചിപ്പിച്ചത്. അപ്പം ബേസിക് ക്വാളിഫിക്കേഷനോട് കൂടി മാത്രം, പ്രത്യേകിച്ച് സബ്ജക്റ്റ് കോമ്പിറ്റൻസിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കോമ്പിറ്റൻസികളോ ഇല്ലാത്ത ഒരാൾക്ക് പോലും അധ്യാപകനോ അധ്യാപികയോ ആയിട്ട് തുടരാം. അങ്ങനെയുള്ളവർ വരുമ്പോൾ എന്തുമാത്രം അശാസ്ത്രീയത സമൂഹത്തിൽ ഉണ്ടാകും എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അടുത്ത ഒരു പാഠം 3, ഒരു ബോംബ് കഥ. ഒരു ട്രോൾ മീമാണ്, കണ്ടിട്ടുണ്ടാവും. ഒരു ബോംബ് കഥ എന്ന സിനിമയിലെ ട്രോൾ മീം ആയതുകൊണ്ടാണ് ആ പേര് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലേ, അധ്യാപകരുടെ ഓരോ രീതികൾ അല്ലേ. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ സദാചാര പോലീസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കേരള പോലീസും മറ്റൊന്ന് അധ്യാപകരുമാണെന്ന് നമുക്ക് നമ്മുടെ ജീവിതം പരിചയം വെച്ച് തന്നെ പറയാൻ പറ്റും. തർക്കമില്ലാത്ത കാര്യം. ഇത്രയും അധികം സാഡിസ്റ്റായിട്ടുള്ള ആൾക്കാർ എവിടെയാണെന്ന് ചോദിച്ചാലും പറയാം അധ്യാപകരാണെന്ന് പറയാം. അപ്പം അധ്യാപകർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ വിദ്യാർത്ഥികളെ മനസ്സിലാക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് മാത്രം ഈ മുഖം തിരിക്കുകയാണ്. ഞാൻ മിക്കവാറും ഈ സ്റ്റാഫ് റൂമുകളിലെ ചർച്ചകൾ കാണാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ പ്രേമകഥ, ഇതൊക്കെയാണ് സ്റ്റാഫ് റൂമിലെ ചർച്ച അധ്യാപകർ. അല്ലാത്ത സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കച്ചവടക്കാരന്മാർ വരും ഇല്ലേ, സാരിയോ ഷർട്ടോ അടിപ്പാവോടെ ഇങ്ങനെ കൂട്ടിയിരിക്കുകയായിരിക്കും ഈ പറഞ്ഞ ടേബിളുകളിൽ. പുസ്തകവും ഈ പറഞ്ഞ പോലെ ബുക്കോ വെക്കേണ്ട സ്ഥലത്താണ് ഇത് കാണുന്നത്. ഇപ്പം ഇതാണ് ചർച്ച. അധ്യാപകരുടെ ഒരു ഈ സ്റ്റാഫ് റൂമുകളിലെ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ഇടങ്ങളിലെ ചർച്ചകളൊക്കെ ഇത്തരത്തിലാണ്. ഇതും സ്ഥിരമായിട്ട് വരുന്ന വാർത്തകളാണ്. അധ്യാപകൻ അല്ല അധ്യാപിക വിദ്യാർത്ഥിയെ തല്ലി, ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ അനുദിനം വരാറുള്ളതാണ് അല്ലേ. അപ്പം ചില അധ്യാപകരുടെ രീതിയാണ് അല്ലേ, വിദ്യാർത്ഥികളെ അനുസരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചൂരലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശിക്ഷണ നടപടികൾ കൊണ്ട് മാത്രമേ വിദ്യാർത്ഥികളെ അനുസരണാശീലം പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് അല്ലേ. ജനാധിപത്യ ബോധമില്ലാത്ത അധ്യാപകരാണ്. എങ്ങനെയാണ് ജനാധിപത്യ മര്യാദ ഈ അധ്യാപകർ പഠിപ്പിക്കുന്ന കുട്ടികളിലേക്ക് ഉണ്ടാകുന്നത് അല്ലേ? നമ്മുടെ അഭിപ്രായത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർ, അധ്യാപകനോട് ചോദ്യം ചോദിക്കുന്നവന്, അധ്യാപകനെ വിമർശിക്കുന്നവനെ അവൻ കണ്ട് പരിചയിച്ചിട്ടുള്ളത് ചൂരൽ വടി കൊണ്ട് തല്ലുന്നതാണ്. അവനാണ് പിന്നീട് സമൂഹത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ വിശ്വാസങ്ങളെ എതിർക്കുന്നവനെ ഈ പറഞ്ഞ പോലെ തെറിജപങ്ങളുമായിട്ട് തെരുവുകളിലേക്കും അല്ലെങ്കിൽ ചാണകവെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ തേങ്ങ എറിഞ്ഞ് തല പൊട്ടിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് വരുന്നത് ഈ അധ്യാപകർ പുറത്തേക്ക് വരുന്നതാണ്. ജനാധിപത്യ ബോധം എന്ന് പറയുന്ന സാധനം അവനില്ലല്ലോ. അവൻ കണ്ടു പരിചയിച്ചിട്ടുള്ളത് അച്ഛൻ അമ്മയെ ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി മകനെ ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ അധ്യാപകൻ ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥിയെ കീഴ്പ്പെടുത്തുന്നതോ മാത്രമാണ് അവൻ പരിചയിച്ചിട്ടുള്ളത്. അപ്പം അവൻ്റെ മാനസികമായിട്ടുള്ള ആ നില തന്നെ ഈ പറഞ്ഞ പോലെ ജനാധിപത്യ വിരുദ്ധമായിട്ട് മാറിയിരിക്കും. ഇനിയും പാഠം 4, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. നമ്മുടെ സ്കൂളുകളിൽ പലതരത്തിലുള്ള ക്ലബ്ബുകൾ കാണാറുണ്ട് അല്ലേ. നേച്ചർ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, അങ്ങനെ പലതരത്തിലുള്ള ക്ലബ്ബുകളാണ്. ഇപ്പം നമ്മൾ ശാസ്ത്രീയതയെപ്പറ്റി കൂടുതൽ പറയുന്നതുകൊണ്ടാണ് സയൻസ് ക്ലബിൻ്റെ കാര്യം മാത്രം പറഞ്ഞത്. അപ്പോൾ സയൻസ് ക്ലബിൻ്റെ ആക്ടിവിറ്റീസാണ് കുറേ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് സയൻസ് ക്ലബ്ബുകൾ ഒരു വിദ്യാലയത്തിൽ നടത്തേണ്ടത്? പക്ഷേ നമ്മുടെ സ്കൂളിലെ സയൻസ് ക്ലബ്ബുകളോ ഏതെങ്കിലും ഒരു ശാസ്ത്രദിനത്തിൻ്റെ അകത്ത് ആ കുട്ടികളെ പിടിച്ചു നിർത്തി ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തും അല്ലേ. 1ാം സമ്മാനം പെൻസിൽ, 2ാം സമ്മാനം തുടർ റബ്ബർ, തീർന്നു. ആ വർഷത്തെ സയൻസ് ക്ലബിൻ്റെ പ്രോഗ്രാം അതോടുകൂടി പൂട്ടി. സയൻസ് ക്ലബ്ബ് പിന്നീട് കാണില്ല. പക്ഷേ നമ്മൾ വളരെ വിപുലമായിട്ട് നടത്തുന്ന ചില പരിപാടികളുണ്ട് അല്ലേ. എല്ലാ വർഷവും ജൂൺ 21-ാം തീയതി ഇൻ്റർനാഷണൽ യോഗ ഡേ സംഘടിപ്പിക്കും അല്ലേ. പതഞ്ജലി അല്ലെങ്കിൽ പതഞ്ജലി കുണ്ടലിനി യോഗ കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ വരും, പഠിപ്പിക്കും. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂൾ അധികൃതർക്കും വലിയ താല്പര്യമാണ്. മറ്റൊന്നാണ് തൃശ്ശൂർ ചേർപ്പ് സ്കൂളിലെയാണ്, CNN ഗേൾസ് സ്കൂളിൽ നടന്ന സംഭവമാണ് അല്ലേ. ഗുരുവന്ദനം എന്ന് പറയുന്നൊരു പരിപാടി. അധ്യാപകൻ്റെ കാല് തൊട്ട് വന്ദിക്കണം വിദ്യാർത്ഥികൾ. അപ്പം ഇത് എങ്ങനെയാണ്
ഒരു വിദ്യാർത്ഥികളിലേക്ക് നട്ടല് വളയ്ക്കുന്ന അടിമത്ത മനോഭാവം സൃഷ്ടിക്കുന്നതെന്നാണ് ഇതിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഒരു ഗുരുവിനെ വന്ദിക്കേണ്ടത് ആളാണ് വിദ്യാർത്ഥി എന്നുള്ള ഒരു മനോഭാവം കുട്ടികളിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. ഗുരുവിനെ ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, വിമർശിക്കേണ്ടതാണെന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളാണ് സൃഷ്ടിക്കുന്നത്. നവരാത്രി ഉത്സവം നടത്താറുണ്ട് അല്ലേ? അതുപോലെ തന്നെ പൂജവെപ്പുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ അമൃത സ്കൂളുകളിലും ചിന്മയ സ്കൂളുകളിലൊക്കെ നടത്തി വരുന്ന പരിപാടികളാണ്. കൃത്യമായിട്ടുള്ള അത്രയും ദിവസം 9 ദിവസം ഉണ്ടെങ്കിൽ 9 ദിവസവും പരിപാടികളാണ്. ഇനി അത് മാത്രമല്ല, ഈ സ്കൂളുകളിലേക്ക് ചില സ്കൂളുകളിലേക്ക് ഈ പറഞ്ഞ പോലെ നവരാത്രി കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ നോൺ വെജിറ്റേറിയൻ ഫുഡ് കൊണ്ടുവരുന്നതിന് കുട്ടികൾക്ക് വിലക്കുള്ളത്. അതേസമയം അമൃത സ്കൂളിൽ എടുത്തു നോക്കുക, കൊച്ചു കുട്ടികൾ മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിക്കും ഈ പറഞ്ഞ പോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ് അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അധ്യാപികയ്ക്കും കൊണ്ടുവരാനൊക്കത്തില്ല, അധ്യാപകനും കൊണ്ടുവരാനൊക്കില്ല. നമ്മൾ ബീഫ് നിരോധിച്ചപ്പം ഈ പറഞ്ഞ പോലെ ഫാസിസം അടുക്കളയിലേക്ക് എന്ന് പറഞ്ഞിട്ട് തെരുവുകളിൽ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കണ്ണടയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്കൂളുകളിൽ ഇപ്പോഴും പറ്റില്ലെന്നേ. എത്ര പേര് പ്രതികരിക്കുന്നുണ്ട് അല്ലേ? ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കടന്നുകയറ്റമായിട്ട് ആരെങ്കിലും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ സ്കൂളുകളിൽ ഇങ്ങനെയാണ് സ്ഥിതി. അപ്പം ഇത്തരത്തിലുള്ള രീതികൾ വിദ്യാലയങ്ങളാണ് ആദ്യമേ പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ പാകമാക്കിയെടുക്കുന്നത്. പാഠം 5 8 മമ്മൂൻ. ഇതും ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ്. നമ്മളുടെ അധ്യാപകരുടെ രീതിയിൽ കാണുന്ന ഒരു പ്രവണതയാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും തരത്തിൽ മികച്ച നേട്ടം കൈവരിക്കുകയാണെങ്കിൽ അധ്യാപകൻ പറയും, ഞാൻ പഠിപ്പിച്ചോണ്ട, അവൻ എത്തിയോണ്ട് ആരാണ്, ഞാനാണ് ഇല്ലേ, ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇയാൾ വലിയ ആളായിട്ട് മാറി. അതേസമയം ഏതെങ്കിലും കുട്ടി ഒരു മോശം സാഹചര്യത്തിലേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അധ്യാപകൻ തയ്യാറാവുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, പറയില്ല. അതേസമയം ഏത് തരത്തിലുള്ള നേട്ടം പിൻപറ്റിയാലും അധ്യാപകൻ അതിൻ്റെ ക്രെഡിറ്റ് നേടിയെടുക്കും. വിദ്യാർത്ഥിയുടെ മെറിറ്റിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ അധ്യാപകർ ഈ നാട്ടിലുണ്ട്. അതേസമയം തന്നെ ഈ വിദ്യാർത്ഥികളെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഒരു അധ്യാപകന് ശ്രമിക്കാറില്ല മിക്കവാറും. വിദ്യാഭ്യാസത്തിൻ്റെ രീതി തന്നെയാണ് ആദ്യം തന്നെ ഈ നോ യുവർ സബ്ജക്റ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിലും മുമ്പ് അറിയേണ്ടതാണ് നോ യുവർ സ്റ്റുഡൻ്റ് എന്ന് പറയും. വിദ്യാർത്ഥിയെ അറിയുക, അവൻ്റെ കുടുംബ പശ്ചാത്തലം, അവൻ്റെ ഇഷ്ടങ്ങൾ, അവൻ്റെ അനിഷ്ടങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അവനെ നിങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ. പക്ഷേ അതൊന്നും മിക്കവാറും നടക്കാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം ജോസേട്ടൻ പറഞ്ഞതുപോലെ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് ഒരാൾ പോകുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടിയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഉസ്താദാവായിട്ട് കുട്ടി ശ്രമിക്കുന്നു. ഇപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു ഒരു കുട്ടി, ഇതുപോലെ പള്ളിയിൽ അച്ഛനാവാൻ വലിയ താല്പര്യമാണ്. അപ്പോൾ വീട്ടുകാരുടെ നേർച്ചയായിരുന്നു, അതുപോലെ തന്നെ കുട്ടിക്കും വലിയ താല്പര്യമാണ് പള്ളിയിൽ അച്ഛനാവാൻ. അപ്പം അവനെ തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കടുത്ത വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ അച്ഛനെ അമ്മയൊക്കെ ഒന്ന് വിളിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛനും അമ്മയും വന്നു, സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞു, പള്ളിയിലച്ഛനൊക്കെ ആവുന്നത് നല്ലതാണ് അല്ലേ, നമുക്ക് അങ്ങനെ പറയാനൊക്കത്തുള്ളൂ, പള്ളിയിലച്ഛനൊക്കെ ആവുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത അച്ഛന്മാരെ ഈ സഭയ്ക്ക് പുല്ലുവിലയാണ്. അതേസമയം പഠിച്ച അച്ഛന്മാരെ ഭയങ്കര താല്പര്യമാണ്, അവർക്ക് നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. അപ്പം അവർക്ക് വരുന്നത്. അപ്പോൾ ഞാൻ കണ്ടു പറഞ്ഞു, ഇവൻ ഇപ്പോഴാണ്, പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ടും അച്ഛനാവാമല്ലോ. അപ്പം പറഞ്ഞു, അപ്പോൾ അങ്ങനെ അവർക്ക് ഒരു ശരിയാ, ഇത് കഴിഞ്ഞിട്ട് അച്ഛനാവുന്ന അവർക്കൊരു തോന്നലുണ്ടായതുകൊണ്ട് നേരെ എന്ത് ചെയ്തു, പോളിടെക്നിക്കിലേക്ക് വിട്ടു. ഒരു 3 വർഷം, അവൻ 3 വർഷം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ആ 3 വർഷത്തിനുള്ളിൽ ഈ പൊള്ളത്തരങ്ങളെല്ലാം അവൻ ഒന്നുകിൽ മനസ്സിലാവും, അല്ലെങ്കിൽ അവന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ട്. അപ്പം അധ്യാപകൻ വിദ്യാർത്ഥി തിരിച്ചറിയുന്നതുകൊണ്ടാണ്, അവൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തിരിച്ചറിയുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അവൻ ഉസ്താദാവാനും പോകില്ല, ഈ പറഞ്ഞ പോലെ പള്ളിയിലച്ഛനാവോ കല്യാണസ്ത്രീ ആവാൻ വേണ്ടിയിട്ട് പോകില്ല. അവൻ്റെ മനസ്സ് ഒന്ന് തൊട്ടറിഞ്ഞാൽ മാത്രം മതി അടുത്ത് നിന്ന്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ചാപ്റ്ററിലുള്ള സാധനമാണ് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത്, പഠന നേട്ടങ്ങൾ. ഒരു വിദ്യാർത്ഥിയിൽ ഒരു പാഠം അല്ലെങ്കിൽ ഒരു പാഠത്തിൻ്റെ ഭാഗം പഠിക്കുന്നത് മൂലം ആ വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട ഏതൊക്കെ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ മാറ്റം വരേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എല്ലാ പാഠഭാഗത്തും ഉണ്ടാവും. പക്ഷെ ആ പാഠഭാഗങ്ങളിൽ ഒന്നുമില്ലാത്ത കുറേ ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്. വിദ്യാഭ്യാസം മൂലം അല്ലെങ്കിൽ വിദ്യാലയ ജീവിതം മൂലം ലഭിക്കേണ്ട ചില ലേണിംഗ് ഔട്ട്കംസ്. അതിനകത്ത് കുറേ കാര്യങ്ങളാണ്. ജനാധിപത്യം, നീതിബോധം, ലിംഗസമത്വം, ശാസ്ത്രബോധം, മാനവികത, ഇവയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടിയതായിട്ട് നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? ഈ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ജനാധിപത്യ ബോധം ഇല്ല, നേരെ ഈ ജനാധിപത്യ ബോധമേ ഇല്ലാത്ത ഒരു അധ്യാപകനാണ് അവിടെ പഠിപ്പിക്കുന്നത്.
അപ്പം പിന്നെ എങ്ങനെയാണ് കുട്ടിക്ക് ജനാധിപത്യ ബോധത ഉണ്ടാകുക? ഇല്ലേ, അടിച്ചമർത്തപ്പെട്ടാണ് അല്ലെങ്കിൽ ശിക്ഷണ രീതികളെ ഭയപ്പെട്ടുകൊണ്ടാണ് ഒരാൾ ജീവിക്കുക. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ വളരെ കുറവാണ്. മിക്ക സ്കൂളുകളിലും ഇത് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു കലാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വിദ്യാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്ക് ജനാധിപത്യ ബോധം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം. ഒരു നീതിബോധം അത് വലിയ തോതിൽ അവരെ അഫക്റ്റ് ചെയ്യാറില്ലെങ്കിലും ലിംഗസമത്വം മറ്റൊന്നാണ്, അല്ലേ? ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് അടുത്ത കാലത്തൊക്കെ ഈ പദപ്രയോഗത്തിന് വലിയ പ്രചാരം സിദ്ധിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വേർതിരിവ്, അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ മോശമാണെന്നോ അല്ലെങ്കിൽ ആണിൽ അല്പം ഉയർന്ന ആണെന്നുള്ള ചിന്താഗതി വരുന്നത് വിദ്യാലയങ്ങളിൽ തുടങ്ങുന്നതാണ്. ആദ്യമേ ക്ലാസ് റൂമുകൾ അറേഞ്ച് ചെയ്യുമ്പോഴേ മനസ്സിലാവും, അല്ലേ? രണ്ട് സൈഡിലായിട്ടായിരിക്കും. കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒഴിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം ഈ പറഞ്ഞ പോലെ ബെഞ്ചുകൾ രണ്ട് സൈഡിലേക്കായിരിക്കും, അല്ലേ? പെൺകുട്ടികൾ അവിടെ ഇരിക്കണം, ആൺകുട്ടികൾ ഇവിടെ ഇരിക്കണം. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരമൊന്നും ഈ പറഞ്ഞ പോലെ അനുവദനീയമല്ല. അവിടെ തന്നെ ആദ്യത്തെ വേർതിരിവ് വരികയാണ്. ഈ പറഞ്ഞ പോലെ പെണ്ണും ആണും എന്ന് പറയുന്നത് വേർപെട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് തന്നെ കാണപ്പെടേണ്ടവരാണ്, ചിന്തിക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്താഗതി അവരിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ആണ് പെണ്ണിനോട് സംസാരിച്ചാൽ ഞാൻ നേരത്തെ ട്രോളിനകത്ത് കാണിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലൊക്കെയാണ് അവിടുത്തെ ഒരു രീതികൾ. അപ്പം എങ്ങനെയാണ് ലിംഗസമത്വം ഉണ്ടാകുക? അപ്പം ആദ്യം അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇനി അടുത്തതാണ് ശാസ്ത്രബോധം. ഇപ്പോൾ ശാസ്ത്രബോധം എന്ന് പറയുന്ന സാധനം പൊതുവെ അധ്യാപകർക്കില്ല, പിന്നെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നതാണ്. മിക്ക അധ്യാപകർക്കും അങ്ങനത്തെ ഒരു സമ്പ്രദായമൊന്നുമില്ല, ഇല്ലേ? ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു, വെള്ളയും തലയിൽ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്, ഉസ്താദാണ്, പള്ളിയിലെ ഉസ്താദാണ്, പഠിപ്പിക്കാനും വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ലേ? പഠിപ്പിക്കാൻ വരുന്നവർക്ക് എങ്ങനെയാണ് ശാസ്ത്രബോധം ഉണ്ടാകുന്നത്? ഇപ്പോൾ ഞാൻ പഠിച്ച ഒരു BEd കോളേജിലാണ്. എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, ഇല്ലേ? ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. ആ പ്രാർത്ഥന ഉണ്ട്, നിർബന്ധിതമൊന്നും അല്ല. പക്ഷേ ഒരു ഹാളെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള വിദ്യാർത്ഥികൾ ഇരിക്കത്തുള്ളൂ. അപ്പം പിന്നെ പുറത്തേക്ക് പോകില്ല. അപ്പം ആ ഹാളിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്. അധ്യാപകരെ പഠിപ്പിക്കുന്ന BEdന് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് സംഘടിപ്പിക്കുന്നത്, ആലോചിക്കണം. അപ്പം പ്രാർത്ഥന വരും, വെള്ളിയാഴ്ച വന്നിട്ട് തിരുമേനി ലോകത്തുള്ള ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളെപ്പറ്റിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ചടങ്ങുണ്ട്, കൈമുത്തൽ ചടങ്ങ്, അല്ലേ? സഭാവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെല്ലാം പോയി ഇങ്ങനെ അച്ഛൻ്റെ കയ്യെ മുത്താൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പം മുത്താൻ വേണ്ടിയിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഈ മുത്താതിരിക്കുന്ന ആൾക്കാർക്ക് വിചാരിക്കും നമ്മളിനി മുത്തിയില്ലെങ്കിൽ അച്ഛനും വല്ല വിഷമാവുമല്ലോ എന്ന് കരുതി ബാക്കിയുള്ളവരുടെ പോയി മുത്തും, ഇല്ലേ? കൈ പിന്നിട്ട് ഇട്ടുകൊണ്ടിട്ട് കഴിയണമായിരിക്കും, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരത്തിലാണ് ശാസ്ത്രബോധം പ്രചരിപ്പിക്കേണ്ട അധ്യാപകരുടെ രീതിയാണ് പറഞ്ഞത്. മറ്റൊന്ന് മാനവികത. മാനവികത എന്ന് പറയുന്ന സാധനം എങ്ങനെ സൃഷ്ടിക്കുമെന്നുള്ളത് അധ്യാപകൻ ആ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന രീതിയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ആ മാനവികത ഉണ്ടാവും. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സഹജീവി സ്നേഹവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാഹോദര്യവും ഈ പറഞ്ഞ സഹനശക്തി ഇതെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ആ അധ്യാപകരിലൂടെയാണ് അത് പഠിക്കുന്നത്, ഇല്ല? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരോ അധ്യാപികയോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരോ പഠിപ്പിച്ച വിഷയമായിരിക്കും. ആ അധ്യാപകരോ അധ്യാപികയാണ് ആ വിഷയത്തോട് കൂടുതൽ നമുക്ക് ഇഷ്ടമുണ്ടാകുന്നത്. ചെറുപ്പകാലങ്ങളിലാണെങ്കിൽ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും, നമ്മുടെ എല്ലാവരുടെയും അധ്യാപികമാരായിരിക്കും നമ്മുടെ ഇഷ്ടം. അതേസമയം കുറച്ച് കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവും. ഈ പറഞ്ഞ അധ്യാപികയോ അധ്യാപകൻ്റെയോ പെരുമാറ്റ രീതികളിലൂടെ, ക്ലാസ് മുറികളിൽ ഇടപെടുന്ന രീതികളിലൂടെ, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് ആ കുട്ടികളിലേക്ക് ഈ മാനവികതയൊക്കെ സന്ദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുത്തില്ലേലും എത്തും. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ അധ്യാപക സമൂഹം തിരുത്തേണ്ട കാര്യങ്ങൾ. മറ്റൊന്ന് ഇത് ഉൾപ്പെടുത്താൻ കഴിയില്ല. മറ്റൊന്നാണ് ഈ പറഞ്ഞ പോലെ സെക്ഷൽ എഡ്യൂക്കേഷൻ, ഈ പറഞ്ഞ പോലെ ലൈംഗിക വിദ്യാഭ്യാസം. അതേപ്പറ്റി ഒരു പ്രസൻറ്റേഷൻ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. അപ്പം ലൈംഗിക വിദ്യാഭ്യാസത്തെ പറ്റി വളരെ വികലമായിട്ടുള്ള സങ്കല്പമാണ് അധ്യാപകരുടെ ഇടയിൽ തന്നെ ഇരിക്കുന്നത്. 8ാം ക്ലാസ്സിലാണ് ഇപ്പം ലൈംഗിക വിദ്യാഭ്യാസം, സെക്ഷൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാപ്റ്റർ ഉള്ളത്. അതിനുശേഷം ഇപ്പം +2-ലും ഒരു ചാപ്റ്റർ ഉണ്ടാവും. അപ്പോൾ ഈ ലൈംഗിക വിദ്യാഭ്യാസത്തെ പറ്റി പഠിപ്പിക്കുമ്പോഴത്തേക്ക് വിദ്യാർത്ഥികൾക്ക് പല സംശയങ്ങളുണ്ടാവും. ഈ ലൈംഗികതയെപ്പറ്റി അവന് ഒരു ഇടത്തുനിന്ന് പരിചയം ഉണ്ടാവില്ല. അവൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ അച്ഛന് പറഞ്ഞു കൊടുക്കാറില്ല, അമ്മ പറഞ്ഞു കൊടുക്കാറില്ല. അവൻ ആകെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പോൺ മാഗസീനിലോ അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന അറിവുമായിട്ടാണ് ഈ ജീവിതകാലം മുഴുവൻ ഈ പറഞ്ഞ പോലെ ലൈംഗിക വിദ്യാഭ്യാസത്തെ പറ്റി അവൻ്റെ ഒരു ധാരണ. അപ്പം മറ്റൊരിടത്ത് തിരുത്തേണ്ടത് ഈ അച്ഛനോ അമ്മയോ പറഞ്ഞു കൊടുക്കില്ല എന്നും തിരുത്തേണ്ടത് ആരാണെന്നും അധ്യാപകന് നല്ല ബോധ്യം ഉണ്ടാവണം. പക്ഷേ ഈ 8ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിപ്പിക്കുന്ന അധ്യാപകനോ അധ്യാപികയോ ചെയ്യുന്ന പരിപാടി എന്താ? ഈ ചാപ്റ്റർ സെമിനാറായിട്ടും കൊടുക്കും, അല്ലെങ്കിൽ അസൈൻമെൻ്റ് ആയിട്ട് കൊടുക്കും, ഇല്ലേ? ആ ചാപ്റ്റർ മിക്കവാറും സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇനി അല്ല പഠിപ്പിക്കുന്നവരാണെങ്കിലോ അശ്ലീല സാഹിത്യത്തിൽ ഗവേഷണം നടത്തുന്ന അധ്യാപകരായിരിക്കും, പിന്നെ ആ വഴിയേ അങ്ങ് പോകും ചിലരാണപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ടെന്നും ഈ പറഞ്ഞ പോലെ ഈ ജെൻഡർ ഇക്വാലിറ്റിയിലേക്ക് എങ്ങനെയാണ്
ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിലൂടെ നയിക്കുന്നതെന്നും പെണ്ണെന്ന് പറയുന്ന ഒരു ഉടല് മാത്രമല്ല അതൊരു ഉയിരാണെന്നും കൂടി പഠിപ്പിക്കുന്ന രീതിയിൽ കൂടിയാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസവും അതിന് അനുസൃതമായിട്ടുള്ള ഒരു ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി ആ വിദ്യാർത്ഥി ബോധവാനാവുന്നത്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ലേണിംഗ് ഔട്ട്കംസ് ആണ്, പറയപ്പെടാത്ത എഴുതപ്പെടാത്ത ലേണിംഗ് ഔട്ട്കംസ് ആണ് ഒരു വിദ്യാലയത്തിൽ കൂടി കിട്ടുന്നത്. പാഠം 6 കുട്ടിക്കുപ്പായം. ഇത് വനിതാ മതിലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് അല്ലേ. നാസ്തികരുമായിട്ടുള്ള ആൾക്കാരും എല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ചിലർ പരിഹസിച്ചിട്ടുണ്ട്, ചിലർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിഹസിച്ചവർ പറഞ്ഞു ഇത് എന്ത് നവോത്ഥാനമെന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ടാകും. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, ഇത്ര നാൾ ഒരു വീട്ടിലായിരുന്നു, ഇപ്പോൾ റോഡിലെങ്കിലും ഇറങ്ങില്ല, അത് തന്നെ വലിയ നവോത്ഥാനമല്ലേ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതല്ല വിഷയം, നമ്മുടെ വിഷയമെങ്കിലും ഇതിനെ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ സപ്പോർട്ട് ചെയ്യുന്ന പലരും പറയാറുണ്ട് ഇല്ലേ. ബാക്കിയുള്ള സമുദായങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന പോലെ അല്ല, എളുപ്പമല്ല ഈ പറഞ്ഞ പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതൊരിച്ചിരി പാടാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന മിക്കവാറും ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് കോർണറിൽ മാത്രമേ ഇസ്ലാമിനെ വിമർശിക്കാവൂ എന്ന് പറയുന്നവരാണ്. പലപ്പോഴും പറയാറ് പോലും ഇല്ല, സോഫ്റ്റ് കോർണറിൽ പോലും വിമർശിക്കുന്നവർ വളരെ ചുരുക്കമാണെന്നറിയാം. പക്ഷേ അവർ തന്നെ പറയാതെ പറയുകയാണ് ഈ നാട്ടിലെ മറ്റു മതങ്ങളെക്കാട്ടിലും വളരെ യാഥാസ്ഥിതിക കെട്ട് ചങ്ങലകൾ ദൃഢമായിരിക്കുന്നത് ഇസ്ലാമിൽ തന്നെയാണെന്ന് പറയാതെ പറയുകയല്ല അവർ. അപ്പം ഇത് എങ്ങനെ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചോദ്യം. ഒരു വസ്ത്രധാരണ രീതി അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ എല്ലാവരും കേൾക്കാറുണ്ട്. എല്ലാ വർഷവും നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാകും, വൈകിട്ട് ചാനൽ ചർച്ച ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ ഈ പറഞ്ഞ പോലെ സ്ലീവ് കീറിയെന്നോ അല്ലെങ്കിൽ തൊപ്പി മാറ്റിയെന്നോ അല്ലെങ്കിൽ തലയിലിടുന്ന തുണി മാറ്റി പരിശോധിച്ചെന്നൊക്കെയുള്ള വാർത്ത കാണാറുണ്ട്. അപ്പോൾ അവിടങ്ങളിലെല്ലാം കാണുമ്പോൾ മിക്കവാറും വന്നിരുന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു മുസ്ലിം മതപണ്ഡിതനുണ്ടാവും ഇല്ലേ. മതവിശ്വാസത്തിന് മേളിൽ കടന്നു കയറിയെന്നാണ് പറയുന്നത്. നീറ്റ് കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റിൻ്റെ അകത്തും അതുപോലെ തന്നെ ഡ്രസ് കോഡും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, പുരുഷനും സ്ത്രീക്കും ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, ഏത് ചെരുപ്പിടാം, ചെരുപ്പിനും കൃത്യമായിട്ടുണ്ട്. തലയിൽ തൊപ്പി വെക്കാമോ ഇല്ലയോ, ഏതൊക്കെ ഉപകരണങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് മതവർഗീയമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെങ്കിൽ 1 മണിക്കൂറിന് മുമ്പ് പരീക്ഷാ ഹാളിൽ എത്തിച്ചേർന്ന് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പരീക്ഷയ്ക്ക് എഴുതാവുന്ന കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ എവിടെയാണ് അധ്യാപകൻ്റെ റോള്? ഇത് പറഞ്ഞു കൊടുക്കണം. അധ്യാപകരല്ല പറഞ്ഞു കൊടുക്കണ്ടേ ഈ നീറ്റ് പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മതകീയമായിട്ടുള്ള വേഷങ്ങൾ ധരിക്കുമ്പോൾ ഇത് അത്രയ്ക്ക് നല്ല ആൾക്കാർ പരിഹാസത്തോടു കൂടി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേ കാണുകയുള്ളൂ. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഒരാളുടെ ചോയ്സ് ആണെങ്കിൽ ശരിയാണ്, അവർക്ക് തിരഞ്ഞെടുക്കുക. അല്ലാത്ത രീതിയിൽ തിരഞ്ഞെടുക്കുന്നോ അല്ലെങ്കിൽ ഈ തരത്തിൽ വസ്ത്രങ്ങൾ അണിയുന്നതോ ശരിയല്ല എന്നുള്ളൊരു ബോധ്യം ചെറുപ്പത്തിലെ കുട്ടിക്ക് തന്നെ കിട്ടും. അപ്പം പിന്നീട് വലുതായി കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇതിട്ടുകൊണ്ട് റോഡിൽ നിൽക്കേണ്ട ഗതികേട് വരില്ല. ഇത് ഒരു സ്കൂളിൽ നടന്നതാണ്. ചെണ്ട പരിശീലനമാണ്. ചെണ്ടയോ ചെങ്കിലയോ മദ്ദളവോ എന്ത് വേണേലും സ്കൂളിൽ പരിശീലിപ്പിക്കുക. അതൊന്നും ആരും എതിർക്കുന്നതല്ല. പക്ഷേ അവിടുത്തെ കുട്ടികളുടെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഉടുപ്പിട്ടുകൊണ്ട് ആൺകുട്ടിക്ക് ചെണ്ട അഭ്യസിക്കാൻ പറ്റില്ല. അപ്പം ഇത് എങ്ങനെയാണ് വരുന്നത്? ചിലപ്പം പറയാൻ ന്യായങ്ങളുണ്ടാവും. ഇതിൽ വിയർക്കും, യൂണിഫോം വിയർക്കും, അതുകൊണ്ട് ഇനി ഇടാത്തതാണോ? അല്ല, അതല്ല. അപ്പം വേറെ ഏതെങ്കിലും ഷർട്ട് ഇടാം, അതും പറ്റില്ല കേട്ടോ. അപ്പം എന്താണ് കാര്യം? ഈ പറഞ്ഞ പോലെ ചില ആചാരങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തേക്ക് വരുമ്പോഴും പാലിക്കപ്പെടാനുള്ളതാണെന്നുള്ള സന്ദേശമാണ് എത്തുന്നത്. അപ്പം സമയം ഏകദേശം തീരാറായി, ഞാൻ ചുരുക്കുകയാണ്. അപ്പം ഒരു പ്രശസ്തമായിട്ടുള്ള വചനമാണ് ഇതിന് സമാനമായിട്ടുള്ള ഒത്തിരി വചനങ്ങളുണ്ടാവും ഇല്ലേ. ഒരു ഡോക്ടറിൻ്റെ പിശക് മൂലം ഒരാൾ സെമിത്തേരിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയറിൻ്റെ പിഴവ് മൂലം ഒരാൾ വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ പിഴവ് മൂലം ഒരാൾ ജയിലിലോ കിടക്കും. അതേസമയം ഒരു അധ്യാപകൻ്റെ പിഴവ് മൂലം ഒരാൾ ജീവിതകാലം മുഴുവൻ അന്ധകാരത്തിൽ കിടക്കേണ്ടി വരും എന്നുള്ള പല ചൊല്ലുകളുണ്ട്. അതുമായിട്ട് സമാനപ്പെട്ട വളരെ ചുരുങ്ങിയൊരു ചൊല്ലാണ് ഇത് പറഞ്ഞതുപോലെ ഒരു ഡോക്ടറിൻ്റെ മിസ്റ്റേക്ക് ഈ പറഞ്ഞ പോലെ കുഴിച്ചിടുന്നതിലൂടെ ഇല്ലാതാവും. അതേസമയം ഒരു അധ്യാപകൻ്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പിഴവ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ഭൂമിയുള്ളിടത്തോളം നിലനിൽക്കും. അപ്പം ഇത്തരത്തിലുള്ള അശാസ്ത്രീയ പ്രവണതകൾ അധ്യാപകരുടെ ഇടയിൽ നിലനിൽക്കുന്ന അതിനെതിരെയാണ് ഈ പ്രസൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ. പല രീതിയിലുള്ള അശാസ്ത്രീയതകൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും. എന്നെ പഠിപ്പിച്ചുള്ളൊരു ഫിസിക്സ് അധ്യാപകൻ പറഞ്ഞാണ് അമ്പലത്തിൻ്റെ സവിശേഷതകൾ. ഫിസിക്സ് പഠിച്ചാൽ +2 പഠിപ്പിച്ച ആളാണ്. നടയ്ക്ക് എന്തുകൊണ്ടാണ് ഷർട്ട് ഇടാതെ പോകുന്നത് ഇല്ലേ? ചൈതന്യം നിങ്ങളുടെ നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ. ഷർട്ടിൽ തട്ടി ചൈതന്യം പോകരുത്, അതുകൊണ്ട് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് ഇടാതെ പോകുന്നത്. ഇനി അമ്പലത്തിന് നേരെ എന്തുകൊണ്ട് പ്രാർത്ഥിക്കരുത്? മണി കിട്ടുന്ന എന്തുകൊണ്ട്? ശബ്ദ ഊർജ്ജമാണ്.
ഇല്ലേ? അങ്ങനെ തരത്തിലുള്ള പോസിറ്റീവ് എനർജി കട്ടളപ്പടിക്ക് എന്തുകൊണ്ട് നിൽക്കരുത്? പണ്ടുള്ളവർക്ക് അറിയാമായിരുന്നു കട്ടളപ്പടിയിൽ നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ പ്രവാഹം അവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള അശാസ്ത്രീയത പഠിപ്പിക്കുന്ന ഫിസിക്സ് അധ്യാപകൻ, ഇയാളൊക്കെ ശാഖവല മുഖ്യ ശിക്ഷ കണ്ട ആളാണ്, പുള്ളിയാണ് വന്നിട്ട് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ബയോളജി അധ്യാപകൻ ഈ നോമ്പ് കാലത്ത് വ്രതം എടുക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള വലിയ അസുഖങ്ങളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് കാലത്ത് വ്രതം എടുക്കുന്നത് സാധിക്കുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്ന അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മുക്തമാകണം. എങ്കിൽ മാത്രമേ നാളത്തെ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ നല്ല പൗരന്മാരായിട്ട് മാറാൻ കഴിയൂ. അതുകൊണ്ട് അധ്യാപകരോടുള്ള ഒരു അപേക്ഷയാണ്, നിങ്ങൾ തെറ്റ് പഠിപ്പിച്ച് ശരി പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരെവിടെന്നെങ്കിലും അറിഞ്ഞോളും, തെറ്റ് പഠിപ്പിക്കരുത്. അത് ഒരു തലമുറയോട് ചെയ്യുന്ന തിരുത്താനാവാത്ത തെറ്റായിരിക്കും. നന്ദി, നമസ്കാരം.